ആരായിരിക്കും ഇന്ത്യക്ക് പുറത്ത് ആദ്യമായി ഒരു മലയാള സിനിമ പ്രദർശിപ്പിച്ചത്? ഏതാണ് ആ സിനിമ? എങ്ങനെയാണ് അത് പ്രദർശിപ്പിച്ചത്? റിയൽ ഒരു സൂട്ട് കേസേ ഉള്ളൂ. നമ്മൾ ദൂരെ കാണിക്കുന്നവരും ബാക്കിലോട്ട് വെക്കും തോറും വലുതായിക്കൊണ്ടിരിക്കും. ഇതേ എഫക്റ്റ് കിട്ടും, വ്യത്യാസമില്ല. സൗണ്ട് ഒന്നും തിയേറ്റർ സൗണ്ട് അല്ല, സ്പീക്കർ വെക്കുക, 2 സ്പീക്കർ മുന്നിലും. അതെല്ലാം ഞാൻ തന്നെ വെക്കണം, 4 സ്പീക്കറും കൊണ്ട് നടക്കണം. സുരലോക ജലധാര ഒഴുകി ഒഴുകി അയാളും കെയർ വിജയും കൊണ്ട്. ഇൻഷുറൻസ് ഏജന്റ് ആണ്, നമ്മുടെ ഇൻഷുറൻസ് ഏജന്റ് ആണ്. അമേരിക്കയിലുള്ള ഏതൊരു ഇൻഷുറൻസ് ഏജന്റ് ആണ് ഹീറോ ആയിട്ട് നിൽക്കുന്നത്. പ്രേംനേശ്വർ എന്റെ ഷോന് 1.5 മണിക്കൂറാണ് പ്രസംഗം, വേറെ ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു. അന്നൊക്കെ ആ സിനിമ ഇവിടെയൊക്കെ ഷൂട്ട് ചെയ്തതിന് എത്ര രൂപ ചെലവായി കാണും? എല്ലാം കൂടെ അന്ന് മമ്മൂക്ക ഉണ്ട്, രതീഷ് ഉണ്ട്, ലക്ഷ്മി ഉണ്ട്, ഇത്രയും പേരുണ്ട്, എല്ലാം ഉള്ളൊരു പടം. സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമയുടെ വാണിജ്യപരമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ സിനിമയുടെ വാണിജ്യ മൂല്യം നിർണ്ണയിക്കുന്നതിൽ ഓവർസീസ് റൈറ്റ്സിന് വലിയ പങ്കുണ്ട്. ഇന്ത്യക്ക് പുറത്ത് സിനിമ പ്രദർശിപ്പിച്ച് കിട്ടുന്ന വരുമാനം. ആരായിരിക്കും ഇന്ത്യക്ക് പുറത്ത് ആദ്യമായി ഒരു മലയാള സിനിമ പ്രദർശിപ്പിച്ചത്? ഏതാണ് ആ സിനിമ? എങ്ങനെയാണ് അത് പ്രദർശിപ്പിച്ചത്? ഈ 70-ലൊക്കെ അമേരിക്കയിലേക്ക് വരിക എന്ന് പറയുന്നത് എൻ്റെ പരിപാടി എങ്ങനെയാണ്? ആർക്കും അറിയില്ലായിരുന്നു അന്ന് പിന്നെ അമേരിക്കയിൽ പോകാൻ പറ്റുന്നു. ഞാൻ എഞ്ചിനീയറിംഗ് 69 പാസ്സായി, അവിടെ ജോലിയൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനെ കുറേ നോക്കുമ്പോൾ ഒരു പേപ്പറിൽ പരസ്യം കണ്ടു, വിയറ്റ്നാം വാർ കാരണം ഇംഗ്ലീഷ് പേപ്പറിൽ കണ്ടു അമേരിക്കയിലേക്ക് എഞ്ചിനീയേഴ്സിനെയും നഴ്സസ്മാരെയും ആവശ്യമുണ്ട്. വിയറ്റ്നാം വാർ കാരണം അങ്ങനെ പരസ്യം കണ്ട അങ്ങനെ അപ്ലൈ ചെയ്താണ്. ചുമ്മാ ഒരു ലെറ്റർ അയച്ചു കൗൺസിലേറ്റിലേക്ക്. ഏകദേശം 1 കൊല്ലമാകുമ്പോൾ ഇൻ്റർവ്യൂവിന് വിളിച്ചു. അങ്ങനെ ഇൻ്റർവ്യൂ, മെഡിക്കൽ ടെസ്റ്റ് അല്ലെങ്കിൽ വിസയും തന്നു. ഇത് ഗ്രീൻ കാർഡ് എനിക്കറിയില്ലായിരുന്നു. നേരെ ഗ്രീൻ കാർഡ് കിട്ടും. നേരെ ഗ്രീൻ കാർഡായിരുന്നു. ആ 2 കൊല്ലമാണ് ഒരു 5000 നഴ്സുമാർ വന്നിട്ടുണ്ടാവും. 71, 72, ഒരു 32,000 എഞ്ചിനീയേഴ്സും വന്നിട്ടുണ്ടാവും. ആ 5000 ഇന്നിപ്പോൾ 5 ലക്ഷമായി. 5 ലക്ഷം മലയാളികൾ മാറിയിരിക്കുന്നത്. അവരുടെ കുടുംബത്തിൻ്റെ കുടുംബം. അപ്പൊ 70-ലൊക്കെ ഒരു 5000-നും 10,000-നും ഇടയിൽ ആൾക്കാർ അമേരിക്കയിലുള്ളൂ, മലയാളികളുള്ളൂ. നമുക്ക് വിജയേട്ടന്റെ ഒരു ജേണിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ ചില ആൽബങ്ങളൊന്ന് തുടക്കത്തിൽ തന്നെ ഒന്ന് കണ്ടോട്ടെ. ഞാൻ കുറെ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. ഇത് അമേരിക്കയുടെ ഷൂട്ടിംഗ് ഉണ്ട്. രതീഷ്, സീമ ചേച്ചി, പിന്നെ ഒരു അമേരിക്കൻ ഗേളും ഉണ്ട്, പ്രതാപോത്തിന്റെ കാമുകിയായിട്ട് മമ്മൂക്ക നിൽക്കുന്നു. അത് നല്ല ഭയങ്കര രസമായ ഗാർഡനായിരുന്നു ഫ്ലോറിഡയിൽ. മമ്മൂക്കൊക്കെ സ്യൂട്ടും പരിപാടികളൊക്കെ. ലക്ഷ്മി, ഇതൊരു പാട്ടാണത്. ബോട്ട് ചേസൊക്കെ ഉണ്ട്, കാർ ഭയങ്കര റിസ്ക് ആണ്. ഫ്ലൈറ്റിൽ ഇറങ്ങി നിൽക്കുന്നതൊക്കെ ഫ്ലൈറ്റ് പ്രൈവറ്റ്. ഇതൊരു പ്രൈവറ്റ്. ഫ്ലോറിഡയിൽ ഒരു ഏരിയ ഉണ്ട്, ചെറിയ പ്ലെയിൻ കടലിൽ ഇറങ്ങിയിട്ട് ലാൻഡിലേക്ക് വരും. അതിൽ വർക്ക് ചെയ്യുന്ന പോലെ കാണിക്കുന്നു സെയിം തന്നെ. അങ്ങനെ നമുക്ക് വിഷ്വൽ ഫ്ലൈറ്റ് ഇങ്ങനെ വന്ന് കടലിലേക്ക് ലാൻഡിലേക്ക് വരും. സീ പ്ലെയിൻ. അടുത്തത് കാണാം. നമ്മുടെ സ്റ്റാർ നൈറ്റിന്റെ ശാരദ, തിക്കുറിശേട്ടൻ, ശാരദ, ഗിറ്റിലൊക്കെ നിൽക്കുന്ന നോക്കിയേ, ശ്രീലത. അതിന്റെ പിന്നെ അന്ന് സൈറ്റ് സീയിങ് ആണ് താല്പര്യം, അല്ലാണ്ട് എന്ത് നമ്മൾ ഷോപ്പിംഗ് അല്ലല്ലോ. പെട്ടി പിടിച്ച് നിൽക്കുന്ന ഒരു വൈനറി അല്ലേ, അവിടെ പോയിട്ട് മാരേജിന്റെ ആണ് ഇത്. ഹേമമാലിന്റെ ഒരു 18 ഷോ ചെയ്തിട്ടുണ്ട് സ്റ്റേജിൽ, ക്ലാസിക്കൽ ഡാൻസ്. ഡ്രീം ഗേൾ സമയത്ത്, ഡ്രീം ഗേൾ പിക്ചർ കഴിഞ്ഞിട്ട്. വിജയേട്ടൻ 1970 അമേരിക്കയിലെത്തി. അമേരിക്കയിലെത്തുമ്പോൾ സാധാരണ നമ്മൾ ജോലി ചെയ്യുക, പൈസ ഉണ്ടാക്കുക എന്നൊക്കെ ഉള്ളതാണല്ലോ എല്ലാവരും. ആ ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ എത്തുന്നത്. ഒരു 2 കൊല്ലത്തിനകത്തും കണ്ടതിന്റെ ആദ്യത്തെ സിനിമ ഇവിടെ പ്രദർശിപ്പിച്ചില്ലേ? 72 മാർച്ചിൽ ആദ്യത്തെ സിനിമ കാണിച്ചത്. കാരണം എന്താ, 70 വന്നാലും 71 ഇവിടെ ആരുമില്ല, കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു നാട്ടിൽ ഈ സിനിമ കാണാൻ താല്പര്യമായിരുന്നു. അപ്പോൾ നൊസ്റ്റാൾജിയ പോലെ ഇങ്ങനെ ആലോചിച്ചു, ഒരു പിക്ചർ കാണിച്ചാൽ എന്താണ്. ഞങ്ങൾ 3-4 പേരുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ചെറിയ കോണ്ടാക്റ്റ് ഉള്ളതുകൊണ്ട്
അങ്ങനെ ഒരു പടം കൊണ്ടുവന്നു. പക്ഷെ ആര് വരും, എവിടെ കാണിക്കും ഒന്നും അറിയില്ലായിരുന്നു. ആ. അപ്പോൾ നമ്മൾ ന്യൂയോർക്കിൽ അന്നൊരു 600 നേഴ്സസ് ഉണ്ട് ന്യൂയോർക്കിൽ, 4-5 ഹോസ്പിറ്റലിൽ. ആ. അപ്പോൾ നമ്മളൊരു പോസ്റ്റർ കൊണ്ടുപോയി ഓരോ ഹോസ്പിറ്റലും അവരുടെ ഡോമിറ്ററി അവിടെ താമസിക്കുന്നത് അവിടെ കൊണ്ട് ഒട്ടിച്ച് തന്നെ വിതരണമൊക്കെ ഒട്ടിച്ച് എത്ര പേര് വരുന്നറിയില്ല. പക്ഷേ അന്ന് കൊളംബിയ യൂണിവേഴ്സിറ്റിയിലാണ് കാണിച്ചത്. അന്ന് ഷോയിന് അന്ന് 600 പേരാണ് വന്നത് ആ മൂവി കാണാൻ. ഓ. 600 590 നേഴ്സസ് ആയിരുന്നു. ആ വന്ന 600 പേര് നമ്മുടെ അഡ്രസ്സ് മേടിച്ചു. ആ. പിന്നെ അടുത്ത മാസം വരുമ്പോൾ അവർ മെയിലിൽ ചെറിയൊരു ആദ്യത്തെ ഈ ഫിലിമിന്റെ പെട്ടി എവിടെ നിന്ന് എങ്ങനെ കൊണ്ടുവന്നേ? പോയി കൊണ്ടുവരുമായിരുന്നോ? ഞാൻ പരിചയമുള്ള KP ഉമ്മർ ആക്ടറെ പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ അയാളൊരു ഏജന്റ് പറഞ്ഞു തന്നു 60 മില്ലിമീറ്റർ ആണ് എനിക്ക് ഒന്ന് സ്ക്രീൻ ചെറുതാന്ന് തോന്നുന്നു. അല്ല, സ്ക്രീൻ വലുത്. റിയൽ ഒരു സൂട്ട് കേസേ ഉള്ളൂ. നമ്മൾ ദൂരെ കാണിക്കുന്നതോറും ബാക്കിലോട്ട് വെക്കും തോറും വലുതായിക്കൊണ്ടിരിക്കും. ഇതേ എഫക്റ്റ് കിട്ടും, വ്യത്യാസമില്ല. സൗണ്ട് ഒന്നും തിയേറ്റർ സൗണ്ട് അല്ല, സ്പീക്കർ വെക്കുക, 2 സ്പീക്കർ മുന്നിലും. അതെല്ലാം ഞാൻ തന്നെ വെക്കണം, 4 സ്പീക്കറും കൊണ്ട് നടക്കണം ഒരു കാറിൽ. അപ്പൊ 1972 മാർച്ച് 5-ാം തീയതി അടിമകളെ കാണിച്ചു ആദ്യത്തെ പിക്ചർ, മഞ്ഞുലാസിന്റെ. ഒരുപക്ഷെ 1972 മാർച്ച് 5-ന് അമേരിക്കയില് ന്യൂയോർക്കില് വിജയേട്ടൻ അടിമകൾ എന്ന് പറയുന്ന സിനിമ കാണിക്കുമ്പം വിജയേട്ടൻ അറിയുന്നില്ല അതൊരു ചരിത്രത്തിന്റെ ഭാഗമാണ്. ഒരിക്കലും നമ്മൾ തമാശ ആലോചിച്ചിട്ട് കുറച്ച് ഗെറ്റ് ടുഗദർ അങ്ങനെ ആലോചിച്ചിട്ടുള്ളൂ. ഇന്ത്യക്ക് പുറത്ത് അതിന് മുമ്പ് സിനിമ കാണിക്കുന്നുണ്ടോ? ഇന്ത്യക്ക് പുറത്ത് മലയാളം പിക്ചർ കാണിച്ചിട്ടില്ല. ദുബായിക്ക് 78-79 വന്നിട്ടുള്ളൂ. ഇതാണ് ആദ്യത്തെ പിക്ചർ. ആദ്യമായിട്ട് ഇന്ത്യക്ക് പുറത്തൊരു മലയാള സിനിമ പ്രദർശിപ്പിക്കുകയാണ് അടിമകൾ. തന്നെത്താൻ കൊണ്ടുപോയി പോസ്റ്റർ ഒട്ടിച്ചു, തന്നെത്താൻ പ്രൊജക്ടർ. അന്ന് സ്വന്തം പ്രൊജക്ടർ ഉണ്ടോ? ഇല്ല, വാടകയ്ക്ക് എടുത്തു ആദ്യം. പിന്നെ മേടിച്ചു ഒരു പ്രൊജക്ടർ. നമ്മുടെ കാറിന്റെ ട്രങ്കിൽ ഒരു പ്രൊജക്ടറും ഒരു സ്പീക്കറും വയറും വെച്ച് ഇങ്ങനെ പോവും. പിന്നെ എത്ര പടം കാണിച്ചു വിജയേട്ടാ മൊത്തം? ഏകദേശം ഒരു 300ഓളം പിക്ചർ കാണിച്ചിട്ടുണ്ട് മലയാളം മാത്രം. 300 പടം? എത്ര 10-20 കൊല്ലമായിട്ട്. പിന്നീട് 300 സിനിമകൾ 20 വർഷം എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ടെക്നോളജി മാറിയല്ലോ. തിയേറ്ററിൽ തന്നെയല്ലേ കാണിക്കുന്നത്? 5-6 വർഷം ഉണ്ടായിരുന്നല്ലോ ഇങ്ങനെ 60 മില്ലിമീറ്റർ. പിന്നെ തിയേറ്ററിൽ തന്നെ ഇവിടെ ഹിന്ദി പിക്ചർ കാണിക്കുന്ന തിയേറ്റർ ഉണ്ടായിരുന്നു തുടങ്ങിയത്. അപ്പോൾ നമുക്ക് അവിടെ വാടകയ്ക്ക് എടുക്കാം. ഒരു ദിവസം 2 ഷോ വെച്ചിട്ട് പല സ്ഥലത്തും. ഈ 60 മില്ലിമീറ്റർ നമ്മൾ ഓരോ സ്ഥലത്തും കൊണ്ടുപോകും. ന്യൂയോർക്കിൽ ഒരു 6-7 സെന്റർ ഉണ്ട്. ഒന്ന് സ്റ്റാറ്റൻ ഐലൻഡ്, അവിടെ വീക്കെൻഡ് കാർ ഓടിച്ച് മമ്മൂട്ടർ പിക്ചറില്ല അതുപോലെ കാഴ്ച പോലെ പ്രൊജക്ടർ കൊണ്ട് സ്റ്റാറ്റൻ ഐലൻഡിലും പോവും. നമ്മൾ അവിടെ 10-200 പേര് വരും. ഇവരുടെ ഫ്രണ്ട്സ് ഉണ്ട് അവിടെയും ഇവിടെയും, ഷിക്കാഗോ, ഡള്ളസ്, ടെക്സസ്. അവർ നമ്മളെ വിളിച്ച് ചോദിക്കും, അങ്ങനെ അയച്ചു കൊടുക്കും. അങ്ങനെ അവിടേക്ക് കൊണ്ടുപോകും. ആ പ്രിന്റ് ഇവിടുന്ന് പോയാൽ പിന്നെ പ്രിന്റിന് വരില്ല. ഈ വിജയേട്ടന് ആ സിനിമ കൊണ്ട് പിന്നെ കുക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ലല്ലോ അല്ലേ? ഇല്ല, ഒരിക്കലും കുക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം 300-400 നേഴ്സസ്മാർ അന്ന് വരുന്നത്. എല്ലാ ഷോയ്ക്ക് വരുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കി തരും. അത് മതി കുറച്ചു കാലത്തേക്ക്. കാരണം 76-ൽ വിവാഹം കഴിയുന്നവരെ ഈ വിജയേട്ടൻ ഈ സിനിമ പ്രദർശിപ്പിക്കുന്ന ആളായതുകൊണ്ട് സിനിമ ടിക്കറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇവര് ഈ നഴ്സുമാര് ഭക്ഷണം അവർക്കും ഭയങ്കര ത്രില്ലാണത്. ഒരു സിനിമ കാണാൻ അവർക്ക് ഇത് ചിന്തിക്കാൻ പറ്റില്ല. നമ്മൾ സിനിമ കണ്ട അവസാനം ക്ലാപ്പിങ്ങാ കിട്ടുന്നത്. ഇവിടെ മലയാളം പാട്ടുകൾ കേൾക്കാനുള്ള വഴിയില്ല. കാസറ്റ് ഒക്കെ കൊണ്ടുവന്നാ കേൾക്കാൻ തോന്നല്ലേ? കാസറ്റ് ആയിട്ടില്ല അന്ന്, വലിയ റെക്കോർഡാണ്. അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ആലോചിച്ചു റേഡിയോ പ്രോഗ്രാം തുടങ്ങിയാലോ. അങ്ങനെ ആഴ്ചയിൽ ഒരു അരമണിക്കൂർ മലയാളം റേഡിയോ പ്രോഗ്രാം തുടങ്ങി. ഇവിടെയോ? ഇവിടെ ന്യൂയോർക്കില് WHB ന്യൂയോർക്കില് എവറി വീക്ക് 1/2 hour. അപ്പൊ അത് പലരും ജോലി കഴിഞ്ഞ് പോകുമ്പോൾ എല്ലാവരും കേൾക്കും അതല്ലേ. അതിൽ നമ്മുടെ മൂവിയുടെ പരസ്യം കൊടുക്കും. ഒരുപാട് ആർട്ടിസ്റ്റ്മാർ അതിൽ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഷീല, ശാരദ, പിന്നെ അംബാസഡർ TV ശ്രീനിവാസൻ സ്ഥിരം വരുന്നു 2 കൊല്ലം. റേഡിയോ പരിപാടി. സിനിമയോടുള്ള കൗതുകം കൊണ്ട് ഇവരെയൊക്കെ പരിചയപ്പെടുന്നുള്ള ആഗ്രഹം കൊണ്ടും ഒക്കെയാണ് സ്റ്റേജ് ഷോകളിലോട്ട് വരുന്നത്. അതെ, പരിചയപ്പെടുന്ന ആഗ്രഹം മാത്രമല്ല, ഒന്നാമത് നമ്മൾ MGRന്റെ ഒരാളാണ്, അനിയനാണ്. മദ്രാസിൽ പോയാൽ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടും. നടന്മാര് വന്ന് ഇങ്ങോട്ട് പരിചയപ്പെടും. അയാളുടെ കാറിലല്ലോ വരുന്നത്. അയാളെ പരിചയപ്പെടാൻ വേണ്ടി വിജയേട്ടനെ പരിചയപ്പെടും. അങ്ങനെ സ്റ്റേജ് ഷോ ആദ്യം ഏതാ ചെയ്തത്? സ്റ്റേജ് ഷോ 76-ല് ആദ്യം മലയാളത്തിൽ കാരണവരെ തന്നെ കൊണ്ടുവരാമെന്ന് ആലോചിച്ച്. അങ്ങനെയാണ് തിക്കുറിച്ചുകൊണ്ട് ആദ്യം. അപ്പോൾ അയാളല്ല അന്ന് കാരണവര്. തുടക്കം ഒരു കാരണവരെ ഒരു ഗുരുത്വം പോലെ അയാളെ ബുക്ക് ചെയ്തു. തമിഴിന് വേണ്ടിയിട്ട് ജെമിനി ഗണേശൻ. ജെമിനി ഗണേശനും തിക്കുറിശി സാറും കൂടെ ഒറ്റ ഷോ? ഒരു ഷോ. അതിന് മുമ്പ് പാട്ട് ഷോ ചെയ്തിട്ടില്ല? അപ്പം പാട്ട് ഷോ ചെയ്തില്ല അതിന് മുമ്പ്? പാട്ട് 74 ജയചന്ദ്രൻ പീലിയില്ല. അതാണ് ആദ്യത്തെ ഗാനമേള. പക്ഷെ അന്ന് ഓർക്കസ്ട്ര ഒന്നുമില്ല, ഒരു ഹാർമോണിയം
വെച്ചിട്ട് അത് മതി. 74 പി ജയചന്ദ്രനും പി ലീലയും നയിക്കുന്ന ഗാനമേള. ഒരു ഹാർമോണിയം ഇവിടെ എത്ര ഷോ കളിച്ചു അത്? 8-10 ഷോ ഇതുണ്ടാവും. അത് അതിൽ ഹീറോയിൻ, ആദ്യത്തെ ഹീറോയിൻ ശരിക്കും മല്ലികയാണ്. നമ്മുടെ സ്റ്റാർ നൈറ്റിന്റെ ആദ്യത്തെ ഹീറോയിൻ എന്ന് പറഞ്ഞാൽ മല്ലികയാണ്. മല്ലിക സുമൻ ചേച്ചി. മല്ലിക അസാധ്യ ആർട്ടിസ്റ്റ് അല്ലേ, സ്റ്റേജിലും പാട്ട് പാടും, ആങ്കർ ചെയ്യും, ഇംഗ്ലീഷ് സ്പീച്ച് ചെയ്യും. തിക്കുറിശ്ശേരിന്റെ ഷോയ്ക്ക് ശേഷം ഈ നസീർ സാറിന്റെ ഒക്കെ ഷോ എപ്പോഴാണ് ചെയ്യുന്നത്? ശരിക്കും ഒരു 80-82 ആയിരിക്കും. അന്ന് ഇവർക്കൊക്കെ ഇന്നത്തെ പോലെ അമ്മയല്ല, മലയാളി ആർട്ടിസ്റ്റ് അസോസിയേഷൻ ഉണ്ട്, സെൻഡ് ഓഫ് ആണ് അമേരിക്കയിലേക്ക് പോകാൻ. എപ്പോഴും ഉണ്ട് ഫോട്ടോ എൻ്റെ. ഇവരൊക്കെ വിളിച്ച് സെൻഡ് ഓഫ് കൊടുക്കില്ലേ, നിങ്ങളെല്ലാം ഭംഗിയായിട്ട് പോയിട്ട് വരൂ എന്നൊക്കെ. ഇപ്പൊ ഒന്നുമില്ല. നസീർ സാറിന്റെ എത്ര ഷോ ചെയ്തു? 3 പ്രാവശ്യം കൊണ്ടുവന്നുണ്ടാവും. 3 പ്രാവശ്യം അമേരിക്ക കൊണ്ടുവന്നു. കാര്യമായിട്ട് ഷോ ഒന്നേ ഉണ്ടായിരുന്നില്ല, ബാക്കി രണ്ടും ഒന്ന് ഷൂട്ടിംഗ് ആയിരുന്നു, പിന്നെ ഒന്ന് വിസിറ്റിംഗ് ആയിരുന്നു. പക്ഷെ ആ ഷോയില് അദ്ദേഹത്തിന്റെ റോള് 1.5 മണിക്കൂർ പ്രസംഗം. ഈ ഇപ്പം ഞാൻ വിജയേട്ടൻ ചിലപ്പോൾ ഓർത്ത് പറയില്ല, എന്റെ അറിവിൽ ഞാൻ പറയുന്നത് തെറ്റുണ്ട്, തിരുത്തിയാൽ മതി. ഇളയരാജയുടെ ഷോ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് ഒരു അവാർഡ് കൊടുത്തിരുന്നു, ഇവിടെ കൊണ്ടുവന്ന അവാർഡ് കൊടുത്തിട്ടുണ്ട്. ശരി. ചിത്ര ചേച്ചിയുടെ എത്ര ഷോ? ചിത്രച്ചേരി ഒരു 60-65 സ്റ്റേജ് കളിച്ചത് അമേരിക്കയിൽ പലപ്പോഴായിട്ട്. ദാസേട്ടൻ സെയിം 65-70. SP ബാലസുബ്രഹ്മണ്യത്തിന്റെ 60 ഷോ, ദാസേട്ടന്റെ 60 ഷോ, ചിത്ര ചേച്ചിയുടെ 60 ഷോ, സുശീല 40-30 ഷോ, ജാനകി ഒരു 30, എസ് ജാനകി അമ്മയോ 30-35 ഷോ. ഒരു വരവിൽ 18-20 ഷോ കളിച്ചിട്ടില്ലേ? അത് മൊത്തം 400 സ്റ്റേജ് ഉണ്ടാവും എല്ലാം കൊണ്ട്, ഗാനമേള മാത്രം 400 സ്ഥലത്ത് കേട്ടോ. ഞാനിപ്പോ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളത് 60 ദിവസം 30 ഷോ, 30 ഷോ, 3 ഭാഷ, മലയാളം, തമിഴ്, തെലുങ്ക്, സെപ്പറേറ്റ് എല്ലാ ഭാഷയിലും പാടുന്നുണ്ട്. ഒരേ സിറ്റിയിൽ 3 ഷോ ഉണ്ട്, മലയാളം ഷോ. അതായത് ഒരു സ്റ്റേജിൽ മലയാളികൾക്ക് വേണ്ടി മലയാളം പാട്ടിന്റെ ഷോ, അടുത്ത ആഴ്ച തെലുങ്കർക്ക് വേണ്ടിയുള്ള ഷോ, തമിഴ്. അങ്ങനെ ഇതിനിടയിൽ ഞാൻ ഇവിടെ ഫോട്ടോ കണ്ടിട്ടുള്ളത്, ഇതൊക്കെ പോട്ടെ, ഇതൊക്കെ സൗത്ത് ഇന്ത്യ. ഹേമമാലിനിയുടെ ഷോ, ഹേമമാലിനി ഞാൻ പരിചയപ്പെടാൻ കാരണം 74 ഇവിടെ ഡ്രീം ഗേൾ പറഞ്ഞ ഷൂട്ടിംഗ് വന്നിട്ടുണ്ട്. ഡ്രീം ഗേൾ കണ്ടിട്ടുണ്ടല്ലേ, ധർമ്മേന്ദ്ര, ഹേമമാലിനി. അന്ന് ആ ഷൂട്ടിംഗ് എല്ലാം ഞാൻ ചെയ്തു കൊടുത്തു. അപ്പോൾ ആ ബന്ധം പിന്നെ ഷോയിലേക്ക് പോയി. പിന്നെ ഹേമയുടെ അനിയനായിട്ട് ഞാൻ നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ, 18 സ്റ്റേജ് ആയിരുന്നു അന്ന്. ഷോയിലെ ഇറങ്ങിയ സമയത്തിന്റെ കാലാണ്, പീക്ക് ടൈമാണ്. ഹേമമാലിനി ഡ്രീം ഗേൾ വന്നിട്ട് എവിടെ പോയാലും ഫുൾ ഹൗസ് ഫുൾ ആയിരുന്നു. ക്ലാസിക്കൽ ഡാൻസ് ആണ്. ആ ഒരു ട്രിപ്പാണ്. ഞങ്ങളുടെ മാരേജ് ചെയ്യാണ്ട് ഞങ്ങൾക്ക് ഒരു റിസപ്ഷൻ തന്നിരുന്നു ബോംബെയിൽ. ഒരാളെയും എനിക്ക് അറിയില്ല, ഇന്ത്യ ആർട്ടിസ്റ്റുമാര്. ഈ തിരിച്ച് ആ ഒരു കാലം കഴിഞ്ഞു. അതായത് നസീർ സാറ്, ഷീലാമ്മ, ശാരദ, വിധുബാല, തിക്കുറിശ്ശേട്ടൻ അല്ലെ, ആ ഒരു പ്രദേശം മുഴുവൻ ഷോ ചെയ്തിട്ടില്ല അവരുടെ എല്ലാം. പിന്നെ ഈ മമ്മൂക്ക ലാലേട്ടൻ പരിപാടി തുടങ്ങിയത്, ലാലേട്ടൻ എത്ര ഷോ ചെയ്തു? ലാലേട്ടൻ അവസാനം ചെയ്തത് 2007 ഉള്ളു. മമ്മൂട്ടിയാണ് ആദ്യം 1999 രണ്ട് ഫുൾ 90 ആദ്യത്തെ മമ്മൂട്ടി ഷോ. അന്ന് അദ്ദേഹം പീക്ക് ടൈമാണ്. ഭാരത അവാർഡും വടക്കം വീരമായിട്ട്. അന്ന് തമാശ അദ്ദേഹം വന്നാൽ ഡാലാസിലെ ഒരു ഹോസ്പിറ്റലിൽ 80 നഴ്സുമാരുണ്ടായിരുന്നു, ഒരൊറ്റ ഹോസ്പിറ്റലിൽ. ആ 80 പേര് അന്ന് ലീവ് എടുത്തു, സെക്ക് വിളിച്ചു ഇയാളെ കാണാൻ. ഇവിടെ ലീവ് ചോദിച്ചാൽ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടൂല, അസുഖമാണ് വരുന്നില്ല എന്ന് കത്ത് കൊടുക്കുക. പാർക്ക് ലൈൻ ഹോസ്പിറ്റലില് 80 പേരും. എന്നിട്ടൊരു അന്വേഷണം നമുക്ക് അല്ല, ഇപ്പൊ ന്യൂയോർക്കിലൊക്കെ ഷോയിൽ കോൾഡ് സ്റ്റാൻഡിൽ 2200 സീറ്റ് ആണെങ്കിലും ഒരു 500 പേര് പുറത്ത് നിൽക്കുന്നുണ്ട് ഇയാളെ. അപ്പൊ അവര് പറയും ഷോയിൽ ടിക്കറ്റ് ഇല്ല, പുറത്ത് വരാൻ പറയാറുണ്ട്. ജസ്റ്റ് ആൾക്കാരെ കൈ കാണിച്ചിട്ട് തിരിച്ചു പോവാ. അതായത് ഈ 90-ലെ മമ്മൂക്കയുടെ ഷോയ്ക്ക് ഒറ്റ ഹോസ്പിറ്റലിലുള്ള 60ഓളം നേഴ്സുകൾ ഒറ്റ ദിവസം എനിക്ക് അസുഖം വന്നു എന്നും പറഞ്ഞ് ലീവ് എടുത്തിട്ട് ഒരു അന്വേഷണം വന്നു പോലീസിന്റെ. ഇതെന്താണ് ഇത്രയും പേർക്ക് ഒരേ ദിവസം എന്ത് വ്യാധിയാണ് വന്നതെന്നും പറഞ്ഞ് അന്വേഷിച്ചപ്പോ മമ്മൂക്കയാണ് ഇതിന്റെ ഉത്തരവാദി. ഈ അത് പീക്ക് ടൈമാണ് അയാളുടെ. വേറൊരു വലിയ വിഷയം, ഒരു പക്ഷെ ലോകം മുഴുവനുള്ള ഒരു 10-300 പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ വാർത്ത വിജയൻ ചേട്ടന്റെ ഒരു ഷോയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. സംയുക്ത വർമ്മ ടീം പ്ലെയിൻ ഹൈജാക്കിംഗ് എന്ന് പറഞ്ഞിട്ട് 2001 അതുണ്ടായ ഷിക്കാഗോന്ന് ന്യൂയോർക്കിലേക്ക് വരുന്ന ഫ്ലൈറ്റിൽ സംയുക്ത വർമ്മ, ജയരാജ് വാര്യർ, ബിജുബൻ ഇല്ല, അങ്ങനെ 3-4 പേർ പ്ലെയിനിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ റിഹേഴ്സൽ ചെയ്യായിരിക്കും, എന്തൊക്കെയോ ആംഗ്യങ്ങൾ കാണിക്കുന്ന, കൈകൊണ്ട് കാണിക്കുക. ഏതോ ഒരു സ്ത്രീക്ക് സംശയമായി, അവളത് എയർ ഹോസ്റ്റസിനോട് പറഞ്ഞു. എയർ ഹോസ്റ്റസ് പൈലറ്റിനെ അറിയിച്ചു.
ഇങ്ങനെ പ്ലാനിങ് സംതിങ് ലുക്കിംഗ് അറ്റ് ദ വിൻഡോ എന്നൊക്കെ പറഞ്ഞിട്ട് പൈലറ്റ് അത് ടവറിൽ ഇവിടുത്തെ എയർപോർട്ട് അയച്ചു. അന്ന് രാത്രി രണ്ട് ഫ്ലൈറ്റ് ജെറ്റ് ഇതിനെ ഫോളോ ചെയ്യാൻ, അതായത് ഒരു $2-3 ലക്ഷം ആവും ആ ഫ്ലൈറ്റ് ജെറ്റ്. ഫ്ലൈറ്റ് വരാനായിട്ട് അല്ല, ഈ ഇതിന്റെ ചുറ്റും പോയിട്ട് ഇതിന്റെ കൺട്രോൾ എടുത്തു കളയും. ആ ഫ്ലൈറ്റിന്റെ കൺട്രോൾ ഫ്ലൈറ്റ് കൺട്രോൾ എടുത്ത് അവരാണ് പിന്നെ കൺട്രോൾ ചെയ്യുന്നത്. ഇവിടെ ന്യൂസിൽ വരാൻ തുടങ്ങി സം ഇന്ത്യൻ ടെററിസ്റ്റ് അല്ല, ഫ്ലൈറ്റ് ലാൻഡ് സേഫ്ലി ലഗാർഡ് എയർപോർട്ടിൽ. അതായത് ഈ കുറച്ചുപേർ കണക്ഷൻ കിട്ടിയില്ലെങ്കിൽ പറയണം, ഈ ഇവര് ജയരാജ് വരെയായിട്ടും സംയുക്തർമ്മയൊക്കെ ഫ്ലൈറ്റിനകത്തിരുന്ന് കൈകൊണ്ടും കാലുകൊണ്ടും ആംഗ്യം കാണിക്കുന്ന കണ്ടിട്ട് ഈ ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്തു എന്ന് കരുതി ഈ ഫ്ലൈറ്റിന്റെ ഇടതും വലതും വേറെ 2 ഫ്ലൈറ്റുകൾ പട്ടാളത്തിന്റെ ഫ്ലൈറ്റ് വന്നിട്ട് നടക്ക് പോകുന്ന ഇവർ യാത്ര ചെയ്യുന്ന ഫ്ലൈറ്റിന്റെ ഫുൾ കൺട്രോൾ മറ്റേ ഫ്ലൈറ്റ് ഏറ്റെടുത്ത് ഇത് കൊണ്ടൊരിടത്ത് ലഗാർഡ് എയർപോർട്ടിലാണ് ലാൻഡ് ചെയ്ത് ഇവർ പുറത്ത് വന്നപ്പോൾ ജയരാജ് പേര് സംയുക്ത ഒരു 8-10 പോലീസ് വിത്ത് യൂണിഫോമിൽ അവിടെ നിൽക്കണ്ടായിരുന്നു. ഇവർ ചോദിച്ചു നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി വിജയേട്ടൻ അയച്ചതായിരിക്കുന്നു. അവർ ലഗേജ് ഒന്നും അവിടെ ഇല്ല, കംപ്ലീറ്റ് അവരെടുത്ത് മാറ്റി. എന്നോട് പറഞ്ഞു, ഞാൻ അവിടെ വരാൻ പറഞ്ഞു, അവരുടെ കൺട്രോൾ സെൻറ്ററിൽ വരാൻ പറഞ്ഞു. അവിടെ പോയി 3-4 മണിക്കൂർ ഇരുന്നപ്പോൾ മനസ്സിലായി അവർ 1 മണിക്കൂർ കൊണ്ട് ചെന്നൈ കൗൺസിലേറ്റ് വിളിച്ചിട്ടുണ്ടാവും, അവിടെ മുഴുവൻ ചെക്ക് ചെയ്തിട്ടുണ്ടാവും. അറിയാലോ അതിൻ്റെ 4 മണിക്കൂറുണ്ട്. ഒരു 5 മണിയാകുമ്പോൾ എന്നോട് രാവിലെ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പൊയ്ക്കോളൂ, ഡോണ്ട് ഗോ ഫ്രണ്ട് കൂടെ പോകണ്ട, അവിടെ മുഴുവൻ ടി വിക്കാർ നിൽക്കുന്നുണ്ട്, ഗോ ടു ദ ബാക്ക് ഡോർ, ഞങ്ങൾ റോഡ് വരെ കൊണ്ടുവിടാന്ന് പറഞ്ഞു. ഇത് അപ്പോഴും ഫ്ലാഷ് ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ വെച്ചാൽ അധികം ഉറങ്ങിക്കിടക്കാൻ ഞാൻ അറിഞ്ഞിട്ടില്ല ഒന്നും. ഞാൻ 10 മണിക്ക് എയർപോർട്ടിൽ പോയിട്ട് ഞാൻ വരുന്നില്ല. ഞാൻ വീട്ടിലെത്തി നോക്കുമ്പോണ്ട് ഇന്ത്യൻ ആക്ടേഴ്സ് ടെററിസ്റ്റ് അണ്ടർ കസ്റ്റഡി ഒന്നുമില്ല, പക്ഷേ കസ്റ്റഡി ഇരിക്കുന്നത്. അപ്പോൾ എന്നോട് ഒരു ചാനലുകാരൻ ചോദിച്ചു, ആരാണ് ഇവർ, ക്യാൻ യു കമ്പയർ എൻ ആർട്ടിസ്റ്റ് വിത്ത് അമേരിക്കൻ ആർട്ടിസ്റ്റ്? അന്ന് എൻ്റെ വായിൽ വന്ന പേര് ഇന്ത്യാസ് ജൂലിയ റോബർട്ട്സ് എന്ന് പറഞ്ഞു. ഇന്ത്യാസ് ജൂലിയ റോബർട്ട്സ് അണ്ടർ കസ്റ്റഡി എന്ന്. പിന്നെ ഞാൻ വീടെത്തിയപ്പോൾ ഒരു രാവിലെ ഉണർന്നപ്പോൾ 8-10 ചാനലുകാർ പുറത്ത് വെക്കുന്നുണ്ട് ഇവിടെ ഈ വീട്ടിൽ. അപ്പോൾ നെയ്ബേഴ്സ് എന്ത് ചോദിച്ചു, അന്ന് തലേദിവസം ന്യൂജേഴ്സി ആരാ ലോട്ടറി അടിച്ചിട്ടുണ്ട്. ഞാൻ ലോട്ടറി അടിച്ചെന്ന് അവര് ചോദിച്ചു. ഈ ടി വിക്കാരെ ലോട്ടറി അടിച്ചത്, നല്ല ലോട്ടറി അടിച്ചു കിട്ടിയത്. ഒരു 300ഓളം പേപ്പറിലൊന്നും വന്നിട്ടുണ്ട്, ഓൾ ഓവർ ദ വേൾഡ്. മനോരമയിലെ ഫ്രണ്ട് പേജാണ് സംയുക്ത എന്നെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അറസ്റ്റും ചെയ്തിട്ടില്ല, വളരെ മാന്യമായിട്ട് അവരോട് പെരുമാറിയിട്ടുള്ളൂ. പക്ഷേ ജയരാജുമാരൊക്കെ വിറച്ചു പോയി, കാരണം ചുറ്റും പോലീസാണ് നിൽക്കുന്നത്, വിത്ത് ഗണ്ണായിട്ട് നിൽക്കുന്നത്. പോലീസ് എന്ത് ചെയ്യും? അല്ല, എന്നിട്ട് എനിക്ക് തോന്നുന്നത് ഇവര് പിന്നെ കുറേ സോറി പറഞ്ഞു തോന്നുന്നില്ലേ ഗവൺമെന്റ്? പോലീസ് സോറി പറഞ്ഞു ഞങ്ങളോട്. ഇത് പത്രത്തിൽ വന്നുകൊണ്ട് പല നല്ല ആൾക്കാരുണ്ടല്ലോ, അവർ നമുക്ക് പല ഓഫറും തന്നിരുന്നു. നിങ്ങളെ ട്രീറ്റ് ചെയ്യാം, ന്യൂയോർക്കിലേക്ക് വരൂ, ലിമോ അയക്കാം, ഇത് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിന്. അത് ഈ 9/11 ഇഷ്യൂ കഴിഞ്ഞതിന്റെ ഇമ്മീഡിയറ്റ് വലിയ താമസമില്ലാണ്ട് തന്നെ ചെയ്ത ഷോ ആയിരുന്നു തോന്നുന്നല്ലേ? പിന്നെ അത് കാരണം ഒരു ഗുണം കിട്ടി, അടുത്ത ഷോ ഫുള്ളായിരുന്നു. അടുത്ത ഷോ കംപ്ലീറ്റ് ഫുള്ളായിരുന്നു. ഈ പബ്ലിസിറ്റി ഭയങ്കര പബ്ലിസിറ്റി അല്ലേ. നസീർ സാറ്, തിക്കുറിശേട്ടൻ, അടൂർ ബാസിയേട്ടനൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്ക് ഈ സ്കിറ്റൊക്കെ എന്താണ് ഇവര് കളിക്കൊക്കെ ചെയ്യുന്നത്? നസീർ സാറിന്റെ സ്പീച്ച് മാത്രമേ ഉള്ളൂ. അടൂർ ബാസി ഒരു കഥാപ്രസംഗം ഉണ്ട്. അടൂർ ബാസിയും കൂടെ ശ്രീലത, അവർക്കൊരു കഥാപ്രസംഗം ഉണ്ട് 20 മിനിറ്റ് ആക്കിയിട്ടുണ്ടല്ലോ, അതാണ് അവർ ചെയ്യുന്നത്. ശാരദത്തെ കുറിച്ചൊക്കെ സ്കിറ്റ് ഉണ്ടാക്കും, ചെറിയൊരു 20 മിനിറ്റിന്റെ, മലയാളം തെലുങ്ക് വേലക്കാരിയായിട്ട്, അങ്ങനെ ഒരു. ഇപ്പത്തെ പോലെയല്ല, ഇപ്പൊ നമ്മള് സ്കിറ്റ് ഉണ്ടാക്കി അത് പെർഫെക്റ്റ് അല്ലെങ്കിൽ അപ്പൊ കണ്ടാ മതി. ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു വിജയേട്ടന്റെ കയ്യിലുള്ള ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് നസീർ സാർ സ്റ്റേജിൽ വന്നിട്ട് എവിടെയോ ഇറങ്ങാൻ നിന്നിട്ട് വടി എന്ന് പറയും. അപ്പം ശാരദാമ്മ ഒരു റേസർ കൊണ്ട് കൊടുക്കും, വടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പറയും വടിക്കാനല്ല, എനിക്ക് നടക്കാനുള്ള വടിയാണ് ഒരു സ്കിറ്റ് ധാരാളം ശാരദ കാണാൻ വേണ്ടി വരികയാണ് ആൾക്കാരുണ്ട്. ഇവരൊന്നും കണ്ടിട്ടില്ലല്ലോ ഒരിക്കലും. അല്ല, ഇവര് പെർഫോം ചെയ്യണ്ട അല്ലെ, ഇവരൊന്നും കണ്ടാ മതി എല്ലാവർക്കും. ഇന്നത്തെ പോലെ അന്ന് ആരും കാണില്ല, സ്റ്റുഡിയോയിലെ ഷൂട്ടിംഗ് മുഴുവൻ, ഔട്ട്ഡോർ ഷൂട്ടിംഗ് ഇല്ലല്ലോ കേരളത്തിലൊന്നും. ഇവിടെ MGR ഷോ ആയിട്ട് വന്നിട്ടില്ലല്ലോ. ഇല്ല, റിസപ്ഷൻ ഉണ്ടായിരുന്നു, വന്നിട്ട് ഒരു വലിയ റിസപ്ഷൻ വെച്ചിരുന്നു, സ്വീകരണം കൊടുക്കുക. സ്വീകരണം ശിവാജി ഗണേശൻ സ്വീകരണമായിരുന്നു. പക്ഷേ
ഒരു യേശോദാൻ ഷോനെ പുള്ളി അന്ന് യേശോദാൻ ഷോ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചുമ്മാ കൊണ്ടുപോയി സ്റ്റേജിലേക്ക് ആ. ഹലോ പറയാൻ വേണ്ടി അത്രേ ഉള്ളൂ. വിജയേട്ട 72 തൊട്ട് ഏകദേശം ഒരു 80 വരെയൊക്കെ വിജയേട്ടൻ ഇങ്ങനെ ഈ സിനിമ പ്രദർശനങ്ങൾ, അത് കഴിഞ്ഞും തിയേറ്ററിൽ പ്രദർശനം ഉണ്ടായിരുന്നു, എന്നാലും പ്രദർശനങ്ങൾ കഴിഞ്ഞ് ഒരു 82-ലാണ് വിജയേട്ടൻ സിനിമാ നിർമ്മാണ കൊതി വരുന്നത്. ഇവിടെ ആദ്യമായിട്ട് സിനിമ നിർമ്മിച്ച സിനിമ അമേരിക്ക എന്ന് പറയുന്ന സിനിമ 1982 അല്ലേ? അതെ. ഈ വീട്ടിൽ ആദ്യമായിട്ട് വന്ന സിനിമാടൻ ആരാണ്? മമ്മൂട്ടി ആയിരിക്കും. പിന്നെ മമ്മൂട്ടിയുടെ കൂടെ ബാലൻ കെ നായർ, പിന്നെ രതീഷ്, പിന്നെ ആ പടത്തിൽ പ്രതാപ് പോത്തൻ, ലക്ഷ്മി, സീമ ചേച്ചി, ഐവി ചേച്ചി ഡയറക്ടർ. എത്ര പേരാ സിനിമ ഷൂട്ട് ചെയ്യാൻ വന്നേ? ഒരു 8-10 പേരുണ്ടാവുമായിരിക്കും. ക്യാമറമാൻ ഒരാളേ ഉള്ളൂ, വേറെ ആരും ഇല്ല. എല്ലാവരും ഇവർ തന്നെയാണ്. മമ്മൂട്ടിയും രതീഷും അവർ തന്നെയാണ് എല്ലാം ചെയ്തുകൊണ്ട്. പ്രതാപോത്തനും ലൈറ്റ് മാത്രമല്ല ഇത് പിടിക്കാനും. അസിസ്റ്റന്റ് ഡയറക്ടർ ഇവര് തന്നെ, അഭിനയമൊക്കെ ഇവര് തന്നെ, എല്ലാവരും തന്നെ. അവരുടെ എല്ലാം ആദ്യത്തെ അമേരിക്ക വരവല്ലേ അത്? മമ്മൂട്ടി ആദ്യത്തെ ഫോറിൻ ട്രിപ്പാണ്, അമേരിക്ക മാത്രമല്ല. ഇതാന്ന് ദുബായിൽ ഒന്നും ഇല്ലല്ലോ. ദുബായ് കയറി വരുന്ന സമയമായിട്ടേ ഉള്ളൂ. അപ്പോ മമ്മൂക്കയുടെ ഒക്കെ ആദ്യത്തെ ട്രിപ്പായിരുന്നു ഇങ്ങോട്ടുള്ളത്. എത്ര ദിവസം? ആദ്യത്തെ വിദേശയാത്ര 1 മാസം ഉണ്ടാവും. അന്നൊക്കെ ആ സിനിമ ഇവിടെയൊക്കെ ഷൂട്ട് ചെയ്തതിന് എത്ര രൂപ ചെലവായി കാണും? എല്ലാം കൂടെ അന്ന് മമ്മൂക്ക ഉണ്ട്, രതീഷ് ഉണ്ട്, ലക്ഷ്മി ഉണ്ട്, ഇത്രയും പേരുണ്ട്, എല്ലാം ഉള്ളൊരു പടം. എല്ലാം കൂടെ ഒരു ബഡ്ജറ്റ് 8 lakhs ആയിരുന്നു ആകെ ചെലവായത്. പടം റിലീസ് ചെയ്യുമ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെ എല്ലാം അടക്കം. അത് മുഴുവൻ ഡിസ്ട്രിബ്യൂട്ടർ തന്നു, ഏഞ്ചൽ ഫിലിംസ്. ഇപ്പത്തെ മുത്തൂറ്റ് ഫിനാൻസ് തന്നു. അവരായിരുന്നു അതിന്റെ ഫിനാൻസ്. പിന്നെ അതിൽ അധികം ഷൂട്ട് ചെയ്ത് ഒർലാൻഡോ ആണ്, ഡിസ്നി ലാൻഡിലാണ്. ഇപ്പൊ നിങ്ങളെ പടം കാണുമ്പോൾ ഡിസ്നി ലാൻഡ് 3 പാട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടി, ലക്ഷ്മി, രതീഷ്, സീമ. ഡിസ്നി ലാൻഡില് കേട്ടോ. ഇപ്പം ചിന്തിക്കാൻ പറ്റില്ല ആർക്കും ഡിസ്നി ലാൻഡിൽ പടം ഷൂട്ട് ചെയ്യാൻ പറഞ്ഞാല്. അത് പാട്ടുകൾ. പിന്നെ ന്യൂയോർക്ക് സിറ്റിയിലെ ഒരു പാട്ട്. ആ സിനിമയിലാണ് എനിക്ക് തോന്നുന്നു ഈ ഡോൾഫിൻ ചാടുന്ന പരിപാടിയൊക്കെ. അത് 7ാം കടലക്കര മുമ്പത്തെ പടം അല്ലേ? അത് 79-ല്. ഞാൻ എടുത്ത പടമല്ല, ഞാൻ ഹെൽപ്പ് ചെയ്ത പടമാണ്. അതിന്റെയും ഇവിടെ ഉള്ള ഷൂട്ടിംഗ് കോർഡിനേഷൻ കാര്യങ്ങളൊക്കെ വിജയേട്ടനല്ലേ ചെയ്തേക്കുന്നത്? ഞാൻ തന്നെയാണ്. അഭിഷേചിയാണ്. അങ്ങനെ അഭിഷേചി, സീമ. ഡോൾഫിൻ ഞങ്ങൾ നയാഗറ ഫോൾസിന് ഒരു പാട്ടുണ്ടായില്ല, ആ പാട്ട് കഴിഞ്ഞ. അത് ഏതാ പാട്ടെന്ന് പറയട്ടെ? അമേരിക്കൻ മറ്റേത് സുരലോക ജലധാര ഒഴുകി ഒഴുകി. അയാളും കേര വിജയും കൊണ്ട്. അതാരാ? ഇൻഷുറൻസ് ഏജന്റ് ആണ്. നമ്മുടെ ഇൻഷുറൻസ് ഏജന്റ് ആണ്. അമേരിക്കയിലുള്ള ഏതൊരു ഇൻഷുറൻസ് ഏജന്റ് ആണ് ഹീറോ ആയിട്ട് നിൽക്കുന്നത്. നല്ല ഹാൻസം ആണ് കാണാൻ. പിന്നെ അതിന്റെ ക്ലൈമാക്സ് ഒരു കാർ ജങ്കിയാടുണ്ട്. അത് ഇവിടുന്ന് 1 മൈലേ ഉള്ളൂ ആ ജങ്കിയാട്. ഇപ്പോഴും ഉണ്ട്. അത് ഇങ്ങനെ മറ്റേ കാറൊക്കെ ഇങ്ങനെ ഞെക്കി വില്ലനകത്ത് ഇരുത്തിയിട്ട് അയാളെ കൊല്ലുന്ന സീനാണ്. വിജയേട്ടന്റെ പരിപാടിക്ക് വന്നപ്പോ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, അതിനകത്ത് എത്രമാത്രം സത്യം ഉണ്ടെന്നറിയില്ല. ഈ 7ാം കടലിനക്കരെ എന്ന് പറയുന്ന പടത്തില് സോമേട്ടൻ ഇട്ടേക്കുന്ന ഷർട്ട് മുഴുവൻ വിജയേട്ടന്റെ ആണെന്ന്. കംപ്ലീറ്റ്. അന്ന് കോസ്റ്റ്യൂം ആരും ഇല്ല, എല്ലാ ഷർട്ടും എന്റെയാണ്. പിന്നെ അതിൽ പി ഭാസ്കരൻ വന്നിരുന്നു, ഭാസ്കരൻ മാഷ് വന്നിരുന്നു. പിന്നെ പുള്ളി അന്ന് റോളൊന്നും ഇല്ല. അപ്പൊ മിക്ക സീസൺ ഞങ്ങൾ എവിടെയും പോയിരുന്ന് ഇരിക്കും. കമലഹാസൻ സാറിന്റെ ഒരു സിനിമയുടെ ഒരു ബെഡ്റൂം സീൻ മറ്റേ ഈ വീടിന്റെ അകത്ത് റേപ്പ് സീനാ വെച്ചിരുന്നത്. കമലഹാസനും രതി അഗ്നിഹോത്രി കേട്ടിട്ടുണ്ടോ അറിയില്ല അല്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്. ഉല്ലാസപ്പറവകൾ, തമിഴ് പടം. ഉല്ലാസപ്പറവകൾ. അതിൽ എന്നോട് ആ സമയത്ത് രതി അഗ്നിയോട് അച്ഛനായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. എനിക്ക് 30 വയസ്സായിട്ടുള്ളൂ പറ്റില്ല. അല്ല, വിജയേട്ടൻ ഇത്ര സ്റ്റേജ് ഷോകൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇത്രയും സിനിമ ബന്ധങ്ങൾ ഉണ്ടെങ്കിലും സിനിമ ചെയ്യുന്നുണ്ടെങ്കിലും ഇതുവരെ അങ്ങനെ ഒരു സിനിമയ്ക്ക് അഭിനയിച്ചിട്ടില്ലെന്ന് തോന്നുന്നല്ലേ കാര്യമായിട്ട്? ചോദിച്ചിരുന്നു, ശാരദയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നോട്. ഞാൻ ബിഹൈൻഡ് സ്ക്രീൻ ഞാൻ ഒരിക്കലും സ്റ്റേജിലേക്ക് വന്നിട്ടില്ലല്ലോ, കണ്ടിട്ട്. ഞാൻ 400 സ്റ്റേജോളം ചെയ്തിട്ടുണ്ട്. ഒരിക്കലും സ്റ്റേജിൽ കയറിയിട്ട് ഞാനാണ് ചെയ്യുന്നത്. അല്ല, ഇത് തന്നെ നമ്മുടെ പ്രേക്ഷകരോടാണ്, ഇത് എൻ്റെ ഒരു നിർബന്ധമാണ്. ഈ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ചടങ്ങ് എൻ്റെ ഒരു നിർബന്ധം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഞാനിവിടെ USA വരുമ്പം വിജയേട്ടൻ്റെ കഥകൾ, സിനിമ വന്ന കഥ, സിനിമ ഇന്ത്യക്ക് പുറത്തെത്തിയ കഥ, അങ്ങനെയുള്ള കഥകൾ എപ്പോഴും കേൾക്കുകയും ചോദിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം കുറെ കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് ആർക്കൈവ് ചെയ്ത് വെക്കണം. ഇത്രയും വർഷമായിട്ട് മമ്മൂക്ക, ലാലേട്ടൻ, ഈ പറഞ്ഞ എല്ലാവരുമായിട്ടുള്ള ഒരു വലിയ ആത്മബന്ധം ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അത് മദ്രാസിൽ നിന്ന് കിട്ടിയ ബന്ധമല്ലേ? മദ്രാസ് കിട്ടിയത്. പണ്ട് മദ്രാസ് അല്ലേ ഉള്ളൂ എല്ലാ ഷൂട്ടിങ്ങും, ഒരിക്കലും കേരളത്തിലില്ലല്ലോ. നമ്മൾ മദ്രാസ് സ്റ്റുഡിയോ പോയ പ്രേംനസീർ, സത്യൻ, ശാരദ, ഷീല, ജയഭാരതി ഇവരേ ഉള്ളൂ എല്ലാ സെറ്റിലും. ഈ മദ്രാസ് ബന്ധം എങ്ങനെ വന്നു? എം.എൻ. നമ്പേരെ അറിയാമായിരുന്നു.
ഫാമിലിയായിട്ട് അറിയാമായിരുന്നു. ആ ബന്ധമാണ് എം എൻ നമ്പ്യാരുടെ അടുത്ത ഫ്രണ്ടാണ് MGR. MNR അടുത്ത ബന്ധമാണ് എല്ലാവരും അല്ലേ. അതെ, നമ്മുടെ ഏറ്റവും പുതിയ ആളുകളോടുള്ളതാണ്. അതായത് MGR എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ മമ്മൂക്കയോ ലാലേട്ടനോ ഒക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കൂടെ ആയാലുള്ള ഒരവസ്ഥ, അതിന്റെ ഒരു ഇരട്ടി പവറാണ് MGR അന്ന് തമിഴ്നാട് ഭരിക്കുന്ന സമയത്തല്ലേ. ചെറിയ പവറല്ല. MGR ആദ്യമായിട്ട് വിദേശയാത്ര ചെയ്ത് അമേരിക്കയാണ്. അതിനും ജപ്പാനിൽ ഷൂട്ടിംഗ് പോയിട്ടുണ്ട്. ഉലകം ചുറ്റും വാലിബൻ ഒരു പ്ലഷർ ട്രിപ്പ് അടിച്ചത് ഇവിടെയാണ് ആദ്യമായിട്ട്. ഒരു സെക്യൂരിറ്റി ആരും ഇല്ലാണ്ട് രണ്ടുപേരും മാത്രം വന്ന്. ഈ MGR കുറച്ച് നാള് കാർ ഓടിക്കാൻ തന്നിട്ടുണ്ടെന്ന് കേൾക്കുന്നത് ഉള്ളതാണോ? എൻ്റെ മാരേജിന് അദ്ദേഹം മദ്രാസ് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല വരുന്നത്. കാരണം ഇത്രയും വലിയ ആളല്ലേ. ഞാൻ വിളിച്ചപ്പോൾ പുള്ളി പാക്കലാൻ പറഞ്ഞു. മദ്രാസിന് കാർ ഓടിച്ചിട്ടാണ് വന്നത്. കൂത്തുപുറമില്ല മാരേജിൻ്റെ. 16 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ട് അയാൾ 2 കാറിൽ വന്നു. അദ്ദേഹം കേരളത്തിൽ അറ്റൻഡ് ചെയ്ത ഒറ്റ കല്യാണം ഒരേ ഒരു കല്യാണമുള്ളൂ, വിജയേട്ടന്റെ കല്യാണമാണ്. അതും ഡ്രൈവ് ചെയ്തിട്ട് 16 മണിക്കൂർ വന്ന്. അന്ന് എനിക്ക് അയാൾ വന്ന കാർ എനിക്ക് തന്നിട്ട് പോയി. നീ ഇവിടെ വെച്ചോ, ഞാൻ പോകുമ്പോൾ തന്നാൽ മതി. പക്ഷെ ആ കാർ എനിക്ക് പുലിവാലുണ്ടാക്കി. എവിടെ പോയി നിർത്തിയ നമ്പർ അറിയാം, എന്തോ 7777. എവിടെ പോയി എന്താ ആൾക്കാർ കൂടും. ഇത് അണ്ണം വന്നിട്ട് തുറന്നു നോക്കുമ്പോൾ ഞാനല്ല. അപ്പൊ അത് കുറച്ച് പ്രശ്നം ഉണ്ടാക്കി. ഞാൻ മടക്കി കൊടുത്തു, നമുക്ക് വേണ്ട, പറ്റുന്നില്ല. എവിടെ ഏത് കോർണറിൽ നിന്നാലും. എന്നോട് എനിക്ക് പ്രിയദർശൻ സാറ് പറഞ്ഞിട്ടുണ്ട് വിജയേട്ടനെ കാണാൻ വന്നിട്ട് പോയിട്ടുണ്ട്. ഞങ്ങൾ വുഡ്ലാൻഡ്സ് ഇരിക്കുമ്പോൾ ഈ അമേരിക്ക പ്ലാൻ ചെയ്യുമ്പോൾ പ്രിയദർശൻ അവിടെ വന്നു. അപ്പൊ ആരോ പറഞ്ഞോണ്ട് അയാളെ കാണാൻ പറ്റില്ല. അത് പുള്ളിക്ക് ഭയങ്കര വേദനിച്ചു. വിജയേട്ടനെ കാണാൻ പറ്റില്ല ആരോ പറഞ്ഞു. പുള്ളിക്ക് അത് എന്നോട് ഇവിടെ വന്നിട്ട് പറഞ്ഞു അങ്ങനെ സംഭവം ഉണ്ടായി. എനിക്കറിയില്ല ആരെയും. ഇവരെല്ലാം പരിചയപ്പെടുത്തി തന്നിട്ടുള്ള ഈ MN നമ്പ്യാർ സാർ USA വന്നിട്ടില്ല. MN നമ്പ്യാർ ഒരിക്കലും അമേരിക്ക വന്നിട്ടില്ല. കാരണം ആൾക്ക് ഭൂമിശാസ്ത്രമല്ല, ഇവിടുത്തെ ഓരോ സ്റ്റേറ്റും ആൾക്ക് അറിയാം. അത്രയും തറവാണ്. പക്ഷെ ആള് വരാൻ കൂട്ടാക്കിയില്ല. അതേപോലെ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു KP ഉമ്മർ. ഒരിക്കലും വന്നിട്ടില്ല. ഞാൻ വിസ മേടിച്ചു കൊടുത്തു അമേരിക്ക ഷൂട്ടിങ്ങിന്. എയർപോർട്ട് വരെ പോയിട്ട് തിരിച്ചു പോയി പേടിച്ചിട്ട്. ഫ്ലൈറ്റ് കയറാൻ പോയി. പിന്നീട് ദുബായിലൊക്കെ പോയ വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അയാളുടെ മകൾ ഇവിടെ ഉണ്ടായിരുന്നു. അതിന് വേറെ പ്രേം നസീർ വന്ന് ആ പിക്ചറിൽ ആക്ട് ചെയ്യാൻ. മൂവി കാണിച്ചു തുടങ്ങിയപ്പോൾ ആലോചിച്ചു സ്റ്റാർ നൈറ്റ് നടത്തിയ. സ്റ്റാർ നൈറ്റ് എന്നുള്ള വാക്ക് വന്നത് തന്നെ ഇവിടുത്തെ ദുബായിലൊന്നും ഒന്നും ഇല്ലല്ലോ. സ്റ്റാർ നൈറ്റ്, താരനിശ. അങ്ങനെയാണ് എന്റെ മോളുടെ പേര് താര എന്നാക്കിയത്, മൂത്ത മോളുടെ പേര്. അങ്ങനെയാണ് താര ആർട്സ് ആയത്. അതിനകത്ത് ഈ താര ആർട്സില് എനിക്ക് തോന്നുന്നത് അന്ന് IV ശശിയേട്ടനും വിജയേട്ടനും കൂടെ ഒരു പ്രൊഡക്ഷനോ യൂണിറ്റോ എന്തോ ഉണ്ടായിരുന്നില്ലേ? അമേരിക്ക കഴിഞ്ഞ് പോയപ്പോ ഞങ്ങളൊരു യൂണിറ്റ് തുടങ്ങി. അനു ശശിയുടെ മോളും താര എൻ്റെ മോളും. എനിക്ക് 100 പിക്ചറിലുണ്ടാവും. നിങ്ങൾ നോക്കും, പഴയ പിക്ചർ നോക്കുമ്പോൾ എല്ലാം കാണാൻ. ഔട്ട്ഡോർ യൂണിറ്റ് അനുതാര. IV ശശി സീമ കല്യാണം കഴിച്ചാൽ അവർ ഹണിമൂണിന് ഇവിടെ കൊണ്ടുവന്നത്. നമ്മൾ കൊണ്ടുവന്നു. അതേപോലെയാണ് ജയറാം പാർവതിക്ക് ഹണിമൂണിന് ഞാൻ ടിക്കറ്റ് മേടിച്ച് ഇവിടെ കൊണ്ടുവന്നു. അങ്ങനെ ചില ബന്ധങ്ങളുണ്ട്, ചിലതുണ്ട്. അതുപോലെ ദിലീപേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ദിലീപേട്ടന്റെ ഷോ ഇവിടെ ഒരു ഭരതേട്ടനൊക്കെ കൂടെ ഡയറക്ട് ചെയ്ത ഒരു ഷോയിലോ മറ്റോ ഇവിടെ വന്നിട്ട് ദിലീപ് ആദ്യമായിട്ട് മിമിക്രി ആയിട്ട് വായിച്ചു വന്നു. ദിലീപും നാദർഷയും KS പ്രസാദും 3 മിമിക്രി ആർട്ടിസ്റ്റും, ഭരതനും വേണുവും ജയറാമേട്ടനും ജയറാം പാർവതി കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പൊ ആ ഷോ കഴിഞ്ഞപ്പോ ഈ ദിലീപേട്ടൻ നാദർഷയ്ക്കൊക്കെ ഇവിടെ മുങ്ങിയാലോ എന്ന് ആലോചിച്ചു. അതിന്റെ തലേ ദിവസം വരെ അവർ ആലോചിച്ചു. ഇവിടെ റെസ്റ്റോറന്റിൽ കിട്ടുമല്ലോ ജോലി വല്ലതും. അങ്ങനെ ആലോചിച്ചു അവര് 2 പേരും, നാദർഷയും ദിലീപും. പിന്നെ അവരാലോചിച്ചു ഒന്നുകൂടെ നാട്ടിൽ പോയി ശ്രമിക്കാം, കിട്ടിയിട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് വരാം. അങ്ങനെ തിരിച്ചു പോയി ആക്ട് ചെയ്തൊരു പിക്ചറാണ് അത്. ആ ഷോ കഴിഞ്ഞ് തിരിച്ചെത്തി നേരെ സല്ലാപും സിനിമ ഹിറ്റാവലും പിടുത്തം കിട്ടിയിട്ടില്ല. അന്ന് ഇവിടെ വരുന്ന ഈ സിനിമയിലുള്ള ആളുകൾക്ക് ഈ ഇപ്പം ദുബായ് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ ടൂറൊക്കെ പോയി എല്ലാം കണ്ടിട്ടുണ്ടെങ്കിലും അന്നത്തെ അമേരിക്ക എന്ന് പറയുന്നതിന്റെ ഒരു അത്ഭുതമുണ്ടല്ലോ. അന്ന് അത്ഭുതമാണ്. അതാണ് വരാൻ കാരണം. ഇന്നിപ്പോ ആർക്കും വരാം, ടിക്കറ്റ് മേടിച്ച് വരാമല്ലോ. അന്ന് ഷീല വന്നപ്പോൾ ഷീലയെ കാണാൻ വേണ്ടി വരുവാണ് ഓഡിയൻസ്. ഒരിക്കലും കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു നടീനെ അല്ലേ. ചെമ്മീൻ കണ്ടിട്ട് നേരിട്ട് കാണാം. ശാരദ പറഞ്ഞ കേരളത്തിന്റെ ഒരു ഹരമായിരുന്നു പറയുക, അതല്ലേ. അവരെ കാണാൻ വേണ്ടി വരുവാണ്. അതുപോലെ പ്രേം നസീർ. അന്ന് ഷോ നടത്തുമ്പോൾ പ്രേം നസീർ ചുമ്മാ സ്റ്റേജിൽ വന്നാൽ മതി. പ്രേം നസീർ എൻ്റെ ഷോയിന് 1.5 മണിക്കൂറാണ് പ്രസംഗം. വേറെ ഐറ്റംസ് ഒന്നും ഇല്ല. അന്ന് അസാധ്യമായിട്ട് പ്രസംഗിക്കും. ഈ അടുക്കളയ്ക്ക് എന്നേക്കാൾ പ്രായമുണ്ട്. മലയാള സിനിമയിലെ അതുകൊണ്ട് ഇന്ത്യൻ സിനിമയിൽ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ
ആദ്യകാലങ്ങളിൽ അമേരിക്കയിൽ വരുമ്പോൾ അവർക്കൊരു ഇച്ചിരി മലയാളിത്തമുള്ള അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സ്വഭാവമുള്ള ഭക്ഷണം വേണമെങ്കിൽ ഇവിടെ ഇന്നുള്ള അത്ര കടകളൊന്നും അന്നില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ആശ്രയിച്ചിരുന്നത് ഈ അടുക്കളയാണ്. ഇത് വിജയന്റെ വീട്ടിലെ അടുക്കളയാണ്. ഈ അടുക്കളയുടെ കാര്യകാരിയായിട്ടുള്ള പ്രിയപ്പെട്ട രാധിക ആന്റി ഇവിടെ ഉണ്ട്. എഞ്ചിനീയറെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞാണല്ലോ കല്യാണം കഴിച്ചത്. ഇവിടെ വന്നപ്പോ വിജയനാണെങ്കിൽ ഭയങ്കര സിനിമ പ്രദർശനവും പരിപാടികളൊക്കെ അതിന്റെ കൂടെ പോവായിരുന്നോ? എല്ലാവരും പോവും. ആദ്യകാലത്ത് സിനിമ പ്രദർശനം പോകുന്നുണ്ട്. ആദ്യം കണ്ട സിനിമാടൻ ആരാന്ന് ഓർമ്മയുണ്ടോ ഇവിടെ വന്നിട്ട്? ടിക്കുഷേട്ടന് മല്ലിക അവരെല്ലാം കൂടി ഒരു ഗ്രൂപ്പായി വന്നിരുന്നു അന്നേരം. ഇതിനകത്ത് ജമിനി ഗണേശൻ അങ്കിളും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നത്. രാധിക ആന്റിക്കും ജോലി ഉണ്ടല്ലോ അല്ലെ? പീഡിയാട്രീഷ്യൻ ആണ് കേട്ടോ. എനിക്കറിയാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്നത്. അപ്പൊ പീഡിയാട്രീഷ്യൻ ആണ്. ആ തിരക്കിനിടയിലാണ് ഈ ഷോയ്ക്കുള്ള പോക്കും പരിപാടികളും ഒക്കെ. എല്ലാ ഷോയും ഈ സ്റ്റേറ്റിൽ വരുമ്പോ കാണും. ഇതുവരെ വന്നിട്ടുള്ള എല്ലാ ഷോയും കണ്ടിട്ടുണ്ടല്ലോ? എല്ലാം കണ്ടിട്ടുണ്ട്. ഇവിടെ എല്ലാ ഷോയും കണ്ടു. അപ്പൊ ഇനി പിള്ളേരെ പറ്റി പറഞ്ഞു. കുട്ടികള് 2 പെൺകുട്ടികള്. മൂത്താള് താര. അവളിപ്പോ UCLA ഇൻഫെക്ഷസ് ഡിസീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടറാണ്. കുട്ടികളെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ ആള് ഡയറക്ടറായിട്ടാണ് അറിയപ്പെടുന്നത്. കുറെ TV ഷോസ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഡയറക്ടറായിട്ടാണ് അറിയപ്പെടുന്നതൊക്കെ വിനയം കൊണ്ടാണ്. മീര ഹോളിവുഡിൽ ഡയറക്ടറാണ്. മലയാളി വനിതാ ഡയറക്ടറാണ്. ഇൻഫിനിറ്റി ഏതൊരു ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, എക്വിറ്റി പറഞ്ഞൊരു സിനിമ. പിന്നെ മാർവലിന്റെ ഏതായിരുന്നു പറഞ്ഞു? മാർവലിന്റെ എപ്പിസോഡുകൾ നെറ്റ്ഫ്ലിക്സിന് വേണ്ടിയൊക്കെ ചെയ്യുന്ന ഫീമെയിൽ ബെസ്റ്റ് ഡയറക്ടറുള്ള അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ് മീര. ഇളയാള് വിജയേട്ടന്റെ കൂടെ ഞങ്ങളിവിടെ അമേരിക്കയിൽ വന്നിട്ട് യാത്ര ചെയ്യുമ്പോൾ 4-5 മണിക്കൂറൊക്കെ ഉള്ള യാത്രകൾ വരുമ്പോൾ ഞാനൊക്കെ കൂടെ പോയിരിക്കും. കാരണം ഒരുപാട് കഥകളുണ്ട്. അത് കഥകളല്ല, നമുക്ക് കഥകൾ, ഇവർക്കത് അനുഭവങ്ങളാണ്. വലിയ വലിയ താരങ്ങൾ ഇവിടെ വന്ന് ഓരോ ഷോകൾ ചെയ്തതിന്റെ, ആള് കൂടിയതിന്റെ ഒക്കെ ആയിട്ട് ഒരുപാട് കഥകളുണ്ട്. അതിന്റെ ഒന്നും ഒരു 100% കഴിഞ്ഞ ഇത്രയും നേരം കൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ഇതെല്ലാം മലയാള സിനിമയുടെ, മലയാള സ്റ്റേജ് ഷോകളുടെ ഒരു ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെക്കേണ്ട കാര്യങ്ങളാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും നേരം ഇങ്ങനെ സംസാരിച്ചത്. വിജയേട്ടാ, നമ്മുടെ അപ്പം ദോശ അവസാനിപ്പിക്കുമല്ലേ? ആന്റി, ഓക്കെ.